ഒരുമിച്ചുള്ള ജീവിതയാത്ര തിരഞ്ഞെടുപ്പിലും വിജയയാത്രയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഒറ്റപ്പാലം നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളായ ദമ്പതിമാർ. രണ്ടാം മത്സരത്തിനിറങ്ങുന്ന SRK നഗർ സുപ്രഭയിൽ P മായയും ആദ്യ മത്സരത്തിനിറങ്ങുന്ന ഭർത്താവ് KK ഉണ്ണികൃഷ്ണനും അടുത്തടുത്ത വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന P മായ അധ്യാപിക കൂടിയാണ്. KPSTA സംസ്ഥാന സമിതി അംഗം, മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പൊതുമണ്ഡലത്തിൽ സജീവം. പാലപ്പുറം വനിതാ വ്യവസായ കേന്ദ്രം വാർഡിൽ നിന്നാണ് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത്. മത്സരിക്കാനില്ല എന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീടത് മാറ്റേണ്ടി വന്നു. മുൻപ് കൌൺസിലറായ വാർഡിലല്ല മത്സരിക്കുന്നതെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മായ. ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോകാന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ പാർട്ടിയുടെ നിർബന്ധം, അതുപോലെ 22-ാം വാർഡിലത്തെ നമ്മുടെ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഞാൻ 22-ാം വാർഡിൽ മത്സരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ശുഭപ്രതീക്ഷ ഉണ്ട്. കഴിഞ്ഞൊരു 2021 KSEBിൽ നോഡൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തത്. അതിന് മുമ്പ് ഞാനൊരു 20 വർഷക്കാലം എയർഫോഴ്സിലുണ്ടായിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ ഈ പൊതുരംഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ കൗൺസിലറുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത കേന്ദ്രീയ വിദ്യാലയം വാർഡിൽ നിന്നാണ് KK ഉണ്ണികൃഷ്ണൻ ജനവിധി തേടുന്നത്. മായ കൌൺസിലറായിരുന്ന NSS വാർഡിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പുതിയ വാർഡാണിത്. 2023 എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ഉണ്ണികൃഷ്ണൻ 15 വർഷം KSEBിയിലും പ്രവർത്തിച്ചു. 2021 സൂപ്രണ്ടായി വിരമിച്ചതിനു ശേഷം പൊതുപ്രവർത്തനത്തിൽ സജീവം. തിരഞ്ഞെടുപ്പ് കുടുംബകാര്യമല്ല, രാഷ്ട്രീയം തന്നെയെന്നാണ് ഇവർ പറയുന്നത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.